നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗിരീഷ് പി സി പാലത്തിൻ്റെ ഴ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗിരീഷ് പി സി പാലം എൻ്റെ സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ മലയാള നാടകവേദിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നാടകങ്ങളുടെ സംവിധായകനാണ്, രചയിതാവാണ്. അക്കാദമിയിലെ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. സ്കൂൾ നാടകങ്ങൾ സംസ്ഥാന തലത്തിൽ നിരവധി സമ്മാനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രതിഭയാണ് ഗിരീഷ് പി സി പാലം. ഗിരീഷ് പി സി പാലത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഴ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഴ എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, സൗഹൃദങ്ങളുടെ തീവ്രത എങ്ങനെയാണ് നിഷ്കളങ്കമായ മനസ്സുകളിൽ ആവർത്തിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അത് ശക്തമായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ഒരു സബ്ജക്റ്റാണ് ഗിരീഷ് ഈ സിനിമയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗിരീഷെ, നമ്മൾ ഴ എന്ന് പറയുന്ന സിനിമ നല്ലൊരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനത് തിയേറ്ററിൽ പോയി കണ്ടു. കഴിഞ്ഞ ദിവസം 12-ാം തീയതി റിലീസ് ചെയ്ത ദിവസം തന്നെ റീഗലിൽ പോയിട്ടാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. ഈ ഴ എന്ന് പറയുന്ന സിനിമ അനുഭവിക്കുന്ന ഒരുപാട് തീവ്രമായ അനുഭവങ്ങളുണ്ട്. സൗഹൃദങ്ങളുടെ ഒരുപാട് തീവ്രത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് എഴുത്തുകാരൻ എന്ന നിലയിൽ അനുഭവിക്കുന്നതും നാടകക്കാരൻ എന്ന നിലയിൽ അനുഭവിക്കുന്നതുമായ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇത് സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. ഇത് എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരു സംഭവമാണ്. അപ്പം അത് മുഴുവനായിട്ടല്ല, പക്ഷേ അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. എഴുതാൻ വേണ്ടിയിട്ടും നാടകമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സിനിമയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ലൈഫിലെ അനുഭവമായിട്ട് നല്ല ബന്ധമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ബന്ധപ്പെട്ട് എന്ന് പറയുന്ന ഈ ക്രിസ്റ്റി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തോട് ശരിക്കും ഈ സിനിമ സത്യസന്ധത പുലർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഇമേജിനറി ആയിട്ടുള്ള മറ്റൊരു കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടോ എന്നറിയാനൊരു കൗതുകം മാത്രമാണ്. അത് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല എന്നറിയാം, എന്നാലും ഞാനൊരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അതിലെന്താന്ന് വെച്ചാൽ, ഈ സിനിമേൻ്റെ ഒരു ഇപ്പം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിനൊരു സത്യസന്ധതയുണ്ട്. അതിന് ലൈഫുമായിട്ട് ഉള്ള ബന്ധം തന്നെയാണ് അത് സത്യസന്ധമാക്കി തീർക്കുന്നത്. അല്ലാതെ നമ്മുടെ സാങ്കല്പികമായിട്ടൊരു കഥയാണെങ്കിൽ ചിലപ്പോൾ അതിൽ പാളിച്ചകൾ സംഭവിച്ചേക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾക്കൊക്കെ അങ്ങനെ ഒരു ജെന്യൂനിറ്റീൻ്റെ ഒരു കുറവ് വരും. പക്ഷെ ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വലി ചെയ്യുമ്പോൾ അത് പലർക്കും അത് വ്യത്യസ്തമായി തോന്നും. അങ്ങനെയുള്ള ഫ്രെയിമുകൾ ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അത് സത്യസന്ധമായ ഒരു കഥയായതുകൊണ്ട് അതിൽ നിന്നുള്ള ആ സത്യസന്ധതേനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒരു സാധനം ചോദിക്കാനുള്ളത്, ഇതിൻ്റെ പേര് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒറ്റ അക്ഷരത്തിലുള്ള ഒരു സിനിമ ഇറങ്ങുന്നത്. ഈ പേരിലേക്ക് എത്താൻ എന്തെങ്കിലും പ്രത്യേക സാധ്യതകളോ സൂചനകളോ ഉണ്ടായിരുന്നോ? പ്രത്യേക സാധ്യത ഇത് നേരത്തെ നാടകമാക്കിയിരുന്നാണല്ലോ, അറിയാലോ. അപ്പം അതിൻ്റെ പേര് മഴ തന്നെ മഴ എന്നായിരുന്നു. ഇത് ഴ മാത്രമാണ്. ഴാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ മാത്രമേ ഴ എന്ന് പറയുന്ന അക്ഷരമുള്ളൂ. അതിന് പിന്നിലെ അക്ഷരങ്ങളെല്ലാം മുന്നിൽ ഒരക്ഷരം വന്നാലേ അതിന് പൂർണ്ണതയുള്ളൂ. അപ്പോൾ ഴാൻ്റെ മുമ്പിൽ ഒരു മാ വന്നാൽ മഴയായി, പൂ വന്നാൽ പുഴയായി, അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ സപ്പോർട്ട് വേണം. നമ്മളെ കഥയിലെ കഥാനായകനെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. അയാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ബൈസ്റ്റാൻഡർ നിൽക്കുന്ന പോലെ അയാൾക്ക് ഒരാൾ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണ് അത് പിന്നിലായി പോയാൽ മുന്നേ തന്നെ വേണം. ഓക്കെ, വളരെ ഒരു അനുഭവം തരുന്നൊരു സാധനമാണ് ഇപ്പോൾ ഗിരീഷ് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്കതിനകത്ത് ചോദിക്കാനുള്ള വേറൊരു സാധനം, ഇതിൻ്റെ മഴകൾ സിനിമയിലുടനീളം നമ്മുടെ തുടക്കം മുതൽ മഴ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അയാളുടെ വരവ് മഴയിലേക്കാണ്. മഴയിലൂടെയാണ് അയാളുടെ എല്ലാ യാത്രകളും, പുഴയിലൂടെ, വെള്ളത്തിലൂടെ. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ മഴയും വെള്ളവുമായിട്ട് ഇത്രമാത്രം തീവ്രമായ ബന്ധം അത് ക്രിസ്റ്റിയുടേതാണോ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റേതാണോ? ഈ ഇത്തരം ഒരു അസുഖം, ഒരു പ്രത്യേക അസുഖമുണ്ട് ഇയാൾക്ക്. ഇത്തരം അസുഖം വരുന്നവരെ, ആ അസുഖം മൂർച്ഛിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, മെയ് സമയത്താണ്. മഴക്കാലങ്ങളിലാണ് ഈ അസുഖങ്ങൾ വരുന്നത്. ക്രിസ്റ്റി എന്നല്ല, ഈ അസുഖമുള്ള ആളുകൾക്കൊക്കെ ഈ സമയത്താണ് അതിൻ്റെ ഇത് വരുന്നത്. അതുകൊണ്ടാണ് അതൊരു മഴക്കാലമായിരിക്കും. മെയ് മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു മഴക്കാലമായിരിക്കും. അതുകൊണ്ടാണ് മഴയെ കൊണ്ടത്. പിന്നെ നമ്മൾ സിനിമയിൽ അത് വരുന്ന സമയത്ത്
ഒരു മഴയും ഒറിജിനൽ ആയിക്കൊള്ളുന്നില്ല അതിനകത്തുള്ളത്, ഒക്കെ ക്രിസ്റ്റീൻ്റെ തോന്നലുകളായിരിക്കാം. ആ മഴകളൊന്നും ഒറിജിനൽ ആയിക്കൊള്ളുന്നില്ല. അത് നമ്മൾ ഫ്രെയിം ടു ഫ്രെയിം നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സിനിമ കാണുമ്പോഴറിയാം അയാൾ മഴയത്ത് അകത്തിരുന്നിട്ട് പുറത്തേക്ക് വരുമ്പം ചിലപ്പം മറ്റേ ക്യാരക്ടർ കയറി വരുമ്പോൾ അവിടെ മഴേൻ്റെ യാതൊരു ഭാവം ഉണ്ടാവില്ല, അത് ഡ്രൈ ആയിരിക്കും വരിക. മണികണ്ഠനെ കാസ്റ്റിങ്ങിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളത് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. അദ്ദേഹം അതിഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. നന്ദു, പിന്നെ നമ്മുടെ നടി, അഭിനയിച്ച എല്ലാവരും അവരുടെ ഭാഗം, ചെറിയ ഭാഗങ്ങളിലൂടെ കടന്നു പോയവരൊക്കെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് അനുഭവപ്പെടുന്നത്. അപ്പം പിന്നെ ഈ മണികണ്ഠൻ്റെ കാസ്റ്റിങ്, മണികണ്ഠന് ഞാനിത് സിനിമയാക്കണം എന്ന് ആലോചിച്ചപ്പം തന്നെ എൻ്റെ മനസ്സിൽ മണികണ്ഠനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ആരോ ചോദിച്ച്, നിങ്ങൾ കുറേ കൂടി കാശുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കുറേ കൂടി ഇതുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആരെ കാസ്റ്റ് ചെയ്യായിരുന്നു? പ്രൊഡ്യൂസർക്ക് കാശില്ല എന്നല്ല കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി വലിയൊരു കമ്പനിയാണ് ഈ സിനിമ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആരെ കാസ്റ്റ് ചെയ്യായിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു ഹോളിവുഡ് ഫിലിം ആണെങ്കിൽ പോലും ഞാൻ ആ ചെയ്യുന്നെങ്കിൽ മണികണ്ഠൻ തന്നെ കാസ്റ്റ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിന്. അത് പ്രത്യേകത വെച്ചാൽ എനിക്ക് അവൻ്റെ ഈ സിനിമയിൽ മണികണ്ഠൻ പകുതി അഭിനയിച്ചാൽ മതി, പകുതി അയാളുടെ മാനറിസങ്ങളും മറ്റുമൊക്കെ നമുക്കറിയാം. അതൊക്കെ നല്ല രസമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും. നന്ദു പിന്നെ സന്തോഷ് കീഴാറ്റൂർ ചെയ്തു, രാജേഷ് ശർമ്മ, എല്ലാവരും. അതിലൊക്കെ എന്താ വെച്ചാൽ എല്ലാവരും തിയേറ്ററുകളാണ്, എല്ലാവരും നാടകക്കാരാണ്. കോഴിക്കോട് നാടകക്കാരല്ലാന്നല്ലോ. നന്ദു മാത്രമേ, നന്ദു പിന്നെ നായിക ചെയ്ത നയറ, ഇവർ രണ്ടുപേരും മാത്രമേ വരാത്തുള്ളൂ. ബാക്കി എല്ലാവരും തിയേറ്ററാണ്. സന്തോഷ് കീഴാറ്റൂർ തിയേറ്ററാണ്, രാജേഷ് ശർമ്മ തിയേറ്ററാണ്. പിന്നെ നമ്മുടെ ഇവിടെ മിഴി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പാട്ടിൻ്റെ ആ സീനിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അറിയുന്ന ഒരു കഥയായതുകൊണ്ട് ഞാനത് പറയാതിരിക്കുന്നത് ശരി. സോമരാജേട്ടൻ ഗിരീഷിൻ്റെ പാപ്പനാണ്. നമുക്ക് കുട്ടിക്കാലം മുതൽ നാടകത്തെ പറഞ്ഞു തന്നിട്ടുള്ള ആളും നാടകത്തെ അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം പറയാമോ? അത് ഈ വയനാടും പിന്നെ നമ്മുടെ നാടും ആണ് ഇതിനകത്ത് കാണിക്കുന്ന രണ്ട് ലൊക്കേഷനുകളുണ്ട്. അപ്പോൾ വയനാടിനെ പറ്റിയിട്ട് ഒരു വയനാടിൻ്റെ ചരിത്രം പറയുന്ന ഒരു പാട്ട് വേണം തോന്നി. അപ്പോൾ സോമരാജ് കാക്കൂർ, എൻ്റെ ഇളച്ചൻ നേരത്തെ എഴുതി വെച്ചൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അതായത് കുറച്ച് വരികൾ ഞാനും കൂടി കൂട്ടിച്ചേർക്കേണ്ടി വന്നു. അതായത് ഒരു വഴിവെട്ടിയുള്ള യാത്ര തന്നെയായിരുന്നു ശരിക്കും വയനാട്ടിലേക്കുള്ളത് ശരിക്കും അല്ലേ? അതായത് സിനിമയിൽ നിന്ന് ഒരു വഴിവെട്ടിയിട്ട് അയാളുടെ ക്യാരക്ടർഷിപ്പ് അപ്പം മാറുന്നുണ്ട്. അയാൾ ജോലി കിട്ടിയിട്ട് വയനാട്ടിലാവുകയാണ്, പുതിയൊരു വഴിവെട്ടാണ്. അനുഭവപ്പെട്ടിട്ടുണ്ട് ആ പാട്ട്. ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വളരെ ആപ്റ്റാണ്. കാരണം അതുവരെ അതിന് വേണ്ടി എഴുതിയ പോലെ ഒരു അനുഭവം ശരിക്കുണ്ട്. അതിന് മുന്നേ ഇയാൾ ശരിക്കും മറ്റൊരു ജോലിയിലായിരുന്നു, പുതിയൊരു വഴി വെട്ടിയിട്ട് ഇയാൾ ഗവൺമെന്റ് സർവീസിലേക്ക്. ആദ്യത്തെ ജീവിതം അയാൾ നാടകക്കാരനായി നിൽക്കുമ്പോഴുള്ള ജീവിതം വിട്ടിട്ട് വേറൊരു ലൈഫിലേക്ക് വരുമ്പോൾ അയാളുടെ ഭാഷയ്ക്ക് വരെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അയാൾ അച്ചടി ഭാഷ സംസാരിക്കുന്നു. അയാള് സ്വഭാവം മാറിയെന്നല്ല, അയാളെ എല്ലാം കൊണ്ടും മാറിയിട്ടുണ്ട്, അയാളുടെ ലൈഫ് സ്റ്റൈല് മാറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായാലും സിനിമ ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഹൗസ്ഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇനിയിപ്പോ സിനിമ കാണാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ പോയിട്ട് സിനിമ കാണണം എന്നാണ് പറയുന്നത്. എന്റെ റിവ്യൂസ് ഒക്കെ കണ്ട് നോക്കിയാലും വായിച്ചു നോക്കിയാലും ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും പിന്നെ നല്ല സിനിമകൾ വേണ്ട രീതിയിൽ കാണപ്പെടാതെ പോകുന്നുണ്ട് മലയാള സിനിമയിൽ എന്നൊരു തോന്നലുണ്ടോ പലപ്പോഴും? അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മള് ചില സിനിമകളുടെ പേര് പോലും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ പിന്നെ നമ്മൾ OTT-ലൊക്കെ വരുമ്പോഴാണ് നല്ല സിനിമയാണെന്നുള്ള. അപ്പൊ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നല്ല സിനിമ എന്നുള്ളത് ഓരോരുത്തരുടെ ടേസ്റ്റ്. അതെ സത്യമാണ്. നല്ല സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടം വെച്ച് നമ്മളെ അനുഭവപ്പെടുത്തുന്ന ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ അടുത്ത പ്രൊജക്ടുകൾ ഏതെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നാടകക്കാരെ വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഇനി നാടകക്കാരെ വെച്ച് ചെയ്തോളാം ഇല്ല, അത് ഇത് ചെയ്തോളാം. അടുത്ത പ്രോജക്റ്റ്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊരു സാധനം, നമ്മളിപ്പോൾ ഗിരീഷിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഴ. ഒരു പിന്നെ പുതിയ ആൾക്ക് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടോ?
രണ്ടാമത്തെ സിനിമ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, അങ്ങനെ ഉണ്ട്, അങ്ങനെ ആളുകൾക്കുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ എൻ്റെ അടുത്ത് സിനിമ ചെയ്യുന്ന പറഞ്ഞ് വയ്യാതെ നടന്നിട്ട് എന്നെ സ്വൈര്യക്കേടാക്കിയിട്ടാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. സിനിമ എൻ്റെ സ്വപ്നമല്ല. ഇപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ സിനിമ ഇല്ല. ഞാൻ ഒരിക്കലും ഒരു സിനിമ ചെയ്യുന്നത് സ്വപ്നം കാണും, അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കും, അതിന് വേണ്ടി പിന്നാലെ നടക്കുന്നു. ഇപ്പോഴും നാടകം തന്നെയാണ് തീർച്ചയായിട്ടും. എനിക്കൊരു ഫ്രെയിമിലൂടെ ആക്ഷൻ കട്ട് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം നേരെ നോക്കി നിന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അതിലൂടെ ഇവർ വരുന്നുണ്ടോ നോക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത്, ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് മോളിനോട് ചോദിച്ചൊരു സാധനം, ഇതിനകത്ത് എങ്ങനെയാണ് എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ അതെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് സിനിമ പോയിട്ട് കാണുന്നത്. പക്ഷെ ആ രീതിയിലുള്ള ഒരു സാധനം സിനിമയിൽ നമുക്ക് കാണുന്നേ ഇല്ല. അതെന്താ പിന്നെ ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് സിനിമ പോയത് എന്നുള്ളൊരു സംശയമുണ്ട്. എ സർട്ടിഫിക്കറ്റ് തന്നെയാണ് സിനിമയ്ക്ക് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അന്ന് എ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പം അതിലെ വയലൻസ് കൂടി പോയിട്ടുണ്ട്, പിന്നെ സ്ത്രീയെ തല്ലുന്ന സീനുണ്ട്, ഇതുകൊണ്ടൊക്കെയാണെന്നാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ വലിയ വയലൻസ് കാണിക്കുന്ന സിനിമകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ സ്വാധീനിക്കാനുള്ള കഴിവോ അതിനുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾ പോലും, കുട്ടികളൊക്കെ സിനിമയ്ക്ക് വരുന്നുണ്ട്, ഫാമിലി നന്നായിട്ട് വരുന്നുണ്ട്, സിനിമ കണ്ടുപോകുന്നുണ്ട്. ആരും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ നമ്മൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വിചാരം അത് ഒരു സെക്സ് സിനിമയാണെന്നുള്ളൊരു ചിന്ത പലരിലുണ്ട്. ഒരിക്കലും സെക്സ് സിനിമയ്ക്കല്ല എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെറി പറഞ്ഞാലൊക്കെ എ സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവുക. വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ, പിന്നെ ഈ ഇതേപോലെ ഈ എന്തെങ്കിലും വയലൻസ് കൂടുതലുണ്ടെങ്കിൽ ഒക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊരു സെക്സ് ഫിലിമാണോ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ ഗിരീഷ്, ഈ സിനിമയിലെ പാട്ടുകളൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ പാട്ടുകളൊക്കെ നേരത്തെ ഇത്ര എണ്ണം ചെയ്യണം തീരുമാനിച്ചു തന്നെയായിരുന്നു? അത് സിനിമേൻ്റെ സിറ്റുവേഷൻ സോങ്ങുകൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ചില സ്ഥലത്ത് ഞങ്ങൾ മ്യൂസിക് മാത്രം ഉപയോഗിക്കണം എന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് പിന്നീട് പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം അതിനകത്ത് ഒരു പാട്ട് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി, കെ ജയകുമാർ സാറിൻ്റെ വരികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നജീം അർഷാദിൻ്റെ പാട്ട് മറ്റേ യൂട്യൂബിൽ ഏറ്റവും ടോപ്പിലേക്ക് വന്നു ഒരു പ്രാവശ്യം. ഒരു പാട്ടുകളൊക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. ഒരു നമ്മൾ കേട്ട് മറന്നതോ കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ ഒരു കുറച്ച് പാട്ടുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ സുനിൽ കുമാർ പാടിയിട്ടുണ്ട് ഒരു പാട്ട്, സുനിൽ കുമാറിൻ്റെ പാട്ടിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. ജയകുമാർ സാർ എഴുതിയ പാട്ട് അതാണ്. അപ്പോൾ എല്ലാവരും സിനിമ കാണട്ടെ. അതെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണണം. ഞങ്ങളെ അറിയിക്കണം, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അറിയിക്കണം. അതിലാണ് സന്തോഷം.